അപ്പൊ പിന്നെ എന്താണ് ഉണ്ടാക്കണം നോക്കുമ്പോൾ അടുക്കളയിൽ നോക്കുമ്പോൾ അതാ നമ്മുടെ റോസ് ബ്രാൻഡിന്റെ അരിയാണ്. അപ്പൊ ഈ ഒരു കൈമ റൈസ് വെച്ചിട്ട് ഒരു നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് ചെയ്തിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് നന്നായിട്ട് ചൂടായി വരുന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ട് ഒന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കൈകി വൃത്തിയാക്കിയിട്ടുള്ള റോസ് ബ്രാൻഡിന്റെ കൈമ അരിയില്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ നെയ്ച്ചോറിന്റെ അരി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. തണുപ്പിച്ച് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർ പിന്നെ ഇടക്കിടക്ക് പറയും ഇതൊന്നും ഉണ്ടാക്കി തരാൻ വേണ്ടി. 1/2 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള തോതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് സംഭവം സെറ്റ് കേട്ടോ. ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ വറ്റി വരേണ്ട ശേഷം നമ്മൾ അതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വേറെ പഞ്ചസാര ഒന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച പാലാണ് കേട്ടോ. ഒരു 1/2 ലിറ്ററിന്റെ പാക്കറ്റിലെ ഞാൻ അതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 1/4 വേവാണ് നമ്മൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബാക്കിയുള്ള വേവ് ഈ പാല് വെച്ചിട്ട് ആയിക്കോളൂ കേട്ടോ. പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ഇത് അടച്ചു വെക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഏകദേശം ഇതുപോലെ ആവും. ഇടയ്ക്കിടയ്ക്ക് നല്ലോണം തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണ്ടോ. അപ്പൊ ഈ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചൂടോട് കൂടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. റോസ് ബ്രാൻഡ് കൈമ റൈസ്, മനസ്സ് നിറയും രുചി.